സൗദിയും ഒമാനും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ ആരംഭിക്കുന്നു. പകൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾ നോമ്പെടുക്കും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ വിശ്വാസികളെ സ്വീകരിക്കാൻ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്, പുണ്യങ്ങളുടെ മാസമാണ്. അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് പകൽ സമയത്ത് അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇന്നു മുതൽ വിശ്വാസികൾ നോമ്പെടുക്കും. ആരാധനാ കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം പള്ളികളെല്ലാം സജീവമാകും. ഖുർആൻ പാരായണവും പള്ളികളിൽ ഭജനം ഇരിക്കുന്നതും വർദ്ധിക്കും. ദാനധർമ്മങ്ങൾ വർദ്ധിക്കും. തറാവിഹ് ഉൾപ്പെടെയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ രാത്രിയിൽ വർദ്ധിക്കും. റമദാന്റെ ആദ്യത്തെ 10 ദിവസം കാരുണ്യത്തിൻ്റെതും രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെയും മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെതുമാണ് എന്നാണ് വിശ്വാസം. ഇതനുസരിച്ചാണ് പ്രത്യേകിച്ച് പലരും പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നത്. റമദാൻ വിപണി ഗൾഫിലെങ്ങും വളരെ സജീവമാണ്. അത്താഴത്തിനും അതോടൊപ്പം ഇഫ്താറിനുമുള്ള വിഭവങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസികൾ. സൗദിയെ സംബന്ധിച്ചിടത്തോളം റമദാനെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് കാണുന്നത്. റോഡുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും അതോടൊപ്പം വീടുകളുമൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. സ്ഥാപനങ്ങളിൽ പലതും അതോടൊപ്പം പല ബ്രാൻഡുകളും റമദാൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോലി സമയം സൗദിയിൽ 6 മണിക്കൂറായി കുറച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെല്ലാം ഹറം പള്ളികളിൽ പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. തീർത്ഥാടകരുടെ പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകരുടെ ഒഴുക്ക് ഈ റമദാൻ മാസത്തിൽ വർദ്ധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ നടക്കുന്നത് നമുക്കറിയാം മക്കയിലെ ഹറം പള്ളിയിലാണ്. ഈ വരുന്ന ഇന്നു മുതൽ 30 ദിവസവും വലിയ ഇഫ്താറാണ് മക്കയിൽ നടക്കാൻ പോകുന്നത്. മക്കയിലെ ഹറം പള്ളിയിൽ ഹറമൈൻ ട്രെയിൻ മക്ക മദീന നഗരങ്ങൾക്കിടയിൽ സർവീസ് നടത്തുന്ന ഹറമൈൻ ട്രെയിനിൻ്റെ സർവീസുകളുടെ എണ്ണം ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 16 ലക്ഷം സീറ്റുകൾ, 16 ലക്ഷം യാത്രക്കാർക്ക് റമദാനിൽ ഈ പുണ്യ നഗരങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാനാകും. മക്കയിലെ ഹറം പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ഹറം കാര്യ വിഭാഗ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഉൾപ്പെടെയുള്ള ഇമാമുമാരാണ് നേതൃത്വം നൽകുന്നത്.